ഇപ്പൊ ജോർജിയയില് അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂമിയിൽ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രൊസീജിയേഴ്സ്? ജോർജിയയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് വിസ റിജക്ഷനോ കാര്യങ്ങളോ വരുന്നില്ല. നമുക്കിപ്പോ പോകാനായിട്ട് IELTS ലാംഗ്വേജ് ടെസ്റ്റിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? IELTS ലാംഗ്വേജ് ടെസ്റ്റിന്റെ ആവശ്യമില്ലാത്തൊരു കൺട്രിയാണ് ജോർജിയ. നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് എലിജിബിലിറ്റി എങ്ങനെയാണ്? 50% മാർക്കുള്ള +2 എനി സ്ട്രീം മാർക്കും ജോർജിയയിൽ BSc നഴ്സിംഗ് പഠിക്കാം. അതേപോലെ തന്നെ ഇയർ ഗ്യാപ്പോ ഏജ് ലിമിറ്റോ നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ വേണ്ടത്? ഇനീഷ്യലി നമുക്ക് വേണ്ടത് SLC +2 പാസ്പോർട്ട്. വൺസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ നമുക്ക് കണ്ടീഷൻ ഓഫർ ലെറ്റർ കിട്ടും. അതിനുശേഷം സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് പേ ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം വിസ ഡോക്യുമെന്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ VFSന്റെ സ്റ്റേജ് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഡോക്യുമെന്റേഷന് വേണ്ടി ഒരു 10-15 ദിവസം എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് VFSന്റെ സബ്മിഷൻ വരുന്നത്. ഇത് കഴിഞ്ഞ് എംബസിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് വരാനായിട്ട് ഒരു 15 മുതൽ 45 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ജോർജിയ എത്തുന്നത് വരെയും ജോർജിയയിൽ എത്തിയതിന് ശേഷം CRC കിട്ടുന്നത് വരെ ഏഞ്ചൽ ഓറയുടെ ഒരാള് കൂടെ ഉണ്ടാവും. Never stop dreaming.